KSFIയുടെ 684 ശാഖകളാണ് ഉള്ളത് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഈ 684 ശാഖകളിലും പല തരത്തിലുള്ള പല ടൈപ്പിലുള്ള ചിട്ടികളാണ് ചെയ്യുന്നത്. അത് മൾട്ടി ഡിവിഷൻ വരും, അതേപോലെ തന്നെ സാധാ ചിട്ടികൾ വരും, പിന്നെ 2 ഡിവിഷൻ 3 ഡിവിഷൻ, അങ്ങനെ പല ടൈപ്പിലുള്ള ചിട്ടികൾ KSFIൽ ചെയ്യുന്നുണ്ട്. ലോണിനെ അപേക്ഷിച്ച് ചിട്ടിക്കുള്ള പ്രാധാന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം ലോണിലേക്ക് പോകുമ്പോൾ നല്ലൊരു തുക ഈ പലിശയും വരും. അതിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങൾ ചിട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. ചിട്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് മാസം അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഖ്യയുടെ ചിട്ടി ചേരുകയും അത് വിളിച്ചെടുത്ത് നമ്മുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. ലോണിലേക്ക് പോകുമ്പോൾ നല്ലൊരു തുക പലിശ വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനാകുന്നതിലും അപ്പുറത്തുള്ള ഒരു EMIക്ക് മാസം അടയ്ക്കേണ്ടി വരിക. അത് നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പണ്ട് കാലത്തൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളൊരു വീട് പണിയാണെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഹൗസിംഗ് ലോൺ എടുക്കാമെന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ലോൺ എടുക്കാമെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം വരികയാണെങ്കിൽ പേഴ്സണൽ ലോണ്. പിന്നെ അങ്ങനെ പല തരത്തിലുള്ള ലോണുകളും പല ബാങ്കുകളായാലും പല ധനകാര്യ സ്ഥാപനങ്ങളായാലും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ലോണാണോ അതിലേക്കാണ് സാധാരണഗതിയിൽ പണ്ടുള്ള ആളുകളൊക്കെ നീങ്ങുന്നത്. ഇപ്പോൾ അത് വേറിട്ട് KSFI അല്ലെങ്കിൽ ചിട്ടി എന്നുള്ളൊരു പുതിയൊരു പദ്ധതിയൊക്കെ വർഷങ്ങളായിട്ടുള്ളതാണ്. ചിട്ടി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു ഇതാണെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് ചിട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. KSFIയുടെ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് അയക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ചിട്ടിയെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്ന ഒരു ഡിനോമിനേഷനിലെ ചിട്ടിയെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഡിനോമിനേഷനിലുള്ള ചിട്ടി ഇന്ന ബ്രാഞ്ചിലുണ്ടോ ചോദിച്ചു പല ആളുകളും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജും അയക്കാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, KSFIയുടെ പല ശാഖകളിലും പല ഡിനോമിനേഷനുള്ള ചിട്ടികളാണ് ചെയ്യുന്നത്. നോർമലായിട്ട് ചെയ്യുന്ന കുറച്ച് ചിട്ടികളാണ് 2500 വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 1 ലക്ഷത്തിന്റെ ചിട്ടി, അതുപോലെ തന്നെ 5000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 2 ലക്ഷത്തിന്റെ ചിട്ടി, അതുപോലെ തന്നെ 25,000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിന്റെ ചിട്ടി, 50,000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 20 ലക്ഷത്തിന്റെ ചിട്ടി, പിന്നെ വന്നിട്ട് ഇപ്പോൾ 10,000 രൂപ വെച്ച് 50 മാസം അടയ്ക്കുന്ന 5 ലക്ഷത്തിന്റെ, അങ്ങനെ വരുന്ന ചിട്ടികളൊക്കെ കോമൺ ആയിട്ട് KSFIയുടെ എല്ലാ ശാഖകളിലും ചെയ്യുന്നതാണ്. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചിട്ടികൾ ചെയ്യുന്ന ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ മൾട്ടി ഡിവിഷൻ ചിട്ടിയൊക്കെ ഏകദേശം എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്യുന്ന ചിട്ടിയാണ് മൾട്ടി ഡിവിഷൻ ചിട്ടി. മൾട്ടി ഡിവിഷന്റെ ചിട്ടിയുടെ പ്രത്യേകത വെച്ചാൽ ഒരു നറുക്കും 3 ലേലവും വരുന്ന ചിട്ടിയാണ്. അതായത് നറുക്കും ഉണ്ടാവും ലേലവും ഉണ്ടാവും. അപ്പോൾ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് KSFIയുടെ ഫോർമാൻ കമ്മീഷൻ കഴിഞ്ഞ് മുഴുവൻ തുക ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ചിട്ടി ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് തരത്തിലുള്ള, അതായത് 1 ലക്ഷം തൊട്ട് 2 കോടി ഇല്ലെങ്കിൽ 3 കോടി 3.5 കോടി 4 കോടി വരെയൊക്കെ ചെയ്യുന്ന ബ്രാഞ്ചുകളുണ്ട്. അപ്പം നമ്മൾക്ക് ചിട്ടി ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് തരത്തിലുള്ള ഡിനോമിനേഷനുള്ള ചിട്ടിയും KSFIയിൽ അവൈലബിൾ ആണ്. അതേ സ്ഥാനത്ത് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 12 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എങ്ങനെ ഒരു 4ഉം 5ഉം KSFIയുടെ ശാഖകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചിട്ടി ഒരു ശാഖയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ശാഖയിൽ അന്വേഷിച്ച് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും KSFIയിൽ ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം, അതായത് ലയബിലിറ്റിക്കുള്ള ജാമ്യം കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ജാമ്യത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം ചിട്ടിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ചിട്ടി ചേരുക. കാരണം ചിട്ടി ചേർന്ന ശേഷം നിങ്ങളിപ്പോൾ ചിട്ടി പിടിച്ചു പിന്നെ മേൽബാധ്യതയ്ക്ക് ജാമ്യം കൊടുത്തെങ്കിലാണ് ഫുൾ പൈസ നിങ്ങൾക്ക് അത് റിലീസ് ചെയ്തെടുക്കുക പറ്റുള്ളൂ. അതൊരു സാഹചര്യം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ സേവിങ്സ് ആയിട്ട് ചിട്ടി ചേരുന്ന ആൾക്കാരുണ്ട്. അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ചിട്ടി പിടിച്ച് KSFI തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് പലിശയും കൂടി ലഭിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചിട്ടിയുമായി ബന്ധപ്പെട്ട് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള ഒരു സേവിങ്സ് ആക്കി മാറ്റാനുള്ള സാഹചര്യം KSFIയിൽ നിലവിലുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിലൊന്നും നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിട്ട് വീഡിയോ വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ബുദ്ധിമുട്ടായി തോന്നും. സാധാരണഗതി നമ്മൾ വീഡിയോ ചെയ്യുന്ന ചിട്ടി ചിലപ്പോൾ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല ബ്രാഞ്ചുകളിൽ അന്വേഷിക്കുക. നിങ്ങൾക്ക് മാസം അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിട്ടികൾ ചേരുക, നല്ല രീതിയിൽ അടയ്ക്കുക, മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ചിട്ടി പിടിച്ച് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കുക. അതുപോലെ തന്നെയാണ് ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വീടിനടുത്തുള്ള KSFI ശാഖയുമായി ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്യുന്നുണ്ട്. പല തരത്തിലുള്ള ഡിനോമിനേഷനുള്ള ചിട്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായ ചിട്ടികൾ തിരഞ്ഞെടുക്കുക, ചേരുക, സാമ്പത്തികമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് നല്ല രീതിയിൽ വിനിയോഗിക്കുക.
ലോണിനെ അപേക്ഷിച്ച് ചിട്ടിക്കുള്ള പ്രാധാന്യം കൂടി നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.